ക്യാമ്പസുകളിലെ ക്രിമിനലുകളെന്ന് കുപ്രസിദ്ധി നേടിയ SFIക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ പ്രിൻസിപ്പലിനെ വേട്ടയാടാനുള്ള സർക്കാരിന്റെ കുടിലതന്ത്രത്തിന് തിരിച്ചടി. മാർച്ച് 31-ന് വിരമിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ രമയ്ക്കെതിരായ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. പ്രതിയോഗികൾക്കെതിരെ എന്ത് തരംതാണ നടപടിയും സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ക്രിമിനൽ സംഘങ്ങളുടെ നീക്കമാണ് ഹൈക്കോടതി ഇടപെടലിലൂടെ പൊളിഞ്ഞത്. SFIയുടെ പരാതിയെ തുടർന്ന് മന്ത്രി R. ബിന്ദു ഇടപെട്ട് പ്രിൻസിപ്പലിനെ നീക്കി മേൽ നടപടികൾക്ക് നിർദ്ദേശിച്ചിരുന്നു. അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സർക്കാരിന്റെ അന്വേഷണ നടപടികൾ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ എന്നിവരടങ്ങുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുൻ SFI നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടയുകയും കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ ശ്രമിക്കുകയും ചെയ്ത ഡോക്ടർ രമ SFIയുടെ കണ്ണിലെ കരടായിരുന്നു. SFI നേതാക്കൾക്കെതിരെ പരസ്യമായി പരാമർശം നടത്തിയതിന്റെ പേരിൽ SFI നേതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. SFIക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടായിരുന്നു പ്രിൻസിപ്പലിന്റെ സ്ഥലം മാറ്റം. അധ്യാപികയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ രമ മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് തിരക്കിട്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന SFIയുടെ സമ്മർദ്ദം പരിഗണിച്ചായിരുന്നു സർക്കാരിന്റെ നടപടി. വിരമിക്കുന്നതിന് മുൻപ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനിശ്ചിതമായി തടയുകയുമായിരുന്നു സർക്കാരിന്റെയും SFIയുടെയും ലക്ഷ്യം. ഈ മാസം 12-ന് കാസർഗോഡ് കോളേജിൽ അന്വേഷണത്തിന് നേരിട്ട് എത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ രമയോട് ആവശ്യപ്പെട്ടിരുന്നു. SFI ആധിപത്യമുള്ള കോളേജിൽ അന്വേഷണത്തിന് ഹാജരാകുന്നതിലെ സുരക്ഷാ ഭീഷണി അധ്യാപിക ചൂണ്ടിക്കാട്ടിയത് കണക്കിലെടുക്കാതെയാണ് ഡോക്ടർ രമയോട് കോളേജിലെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. SFIയുടെയും CPMന്റെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല VCയുടെ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസിന്റേതിന് സമാനമായി ഡോക്ടർ രമയ്ക്കെതിരെയും നടപടി കൈക്കൊള്ളാനായിരുന്നു സർക്കാർ നീക്കം. വിദ്യാർത്ഥികളെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് കോളേജിലെ മുൻ SFI വിദ്യാർത്ഥി നേതാവായിരുന്ന ഇമ്മാനുവൽ തോമസ് എന്ന വിദ്യാർത്ഥിയാണെന്ന് പേരെടുത്ത് പ്രിൻസിപ്പൽ പരാമർശിച്ചിരുന്നു. ഇതാണ് SFIയെയും CPMനെയും പ്രകോപിപ്പിച്ചത്. പൂക്കോട് വെറ്ററിനറി കോളേജിലേതിന് സമാനമായി സംസ്ഥാനത്തെ മറ്റു കോളേജുകളിലും SFIക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം ബലപ്പെടുത്തുന്നതാണ് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാർ നടപടിയും തുടർന്നുള്ള കോടതിയുടെ ഇടപെടലും. ഹർജിക്കാരിക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി.